വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെയുള്ള പി എസ് സി പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച ഐ.ടി ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ.ടി ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ക്ലാസ്സുകൾ കാണാതിരുന്നെങ്കിൽ പോയി കാണാം. നമ്മൾ രണ്ടാമതൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ ഐ.ടി ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഏതാണ്? വേർഡ് പ്രൊസസർ ആണ് അല്ലെ. വേർഡ് പ്രൊസസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഉൾപ്പെടുന്നത്. വേർഡ് പ്രൊസസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ലാൻ എന്ന് വെച്ചാൽ എന്താണ്? ലാൻ എന്ന് വെച്ചാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ലാൻ എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. വീടുകൾ, കെട്ടിടങ്ങൾ, ചെറുകിട ഓഫീസുകൾ എന്നിവയിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡാറ്റ കൈമാറ്റത്തിന് ഉദ്ദേശിച്ച് സംവിധാനം ചെയ്യുന്ന ചെറിയ കമ്പ്യൂട്ടർ ശൃംഖലയാണ് ലാൻ എന്ന് പറയുന്നത്. ഇത് ചെറിയ ലാൻ എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് ചെറിയൊരു നെറ്റ്വർക്ക് ആണ്. ഇപ്പൊ അടുത്തടുത്തുള്ള വീടുകൾ, കെട്ടിടങ്ങൾ, ചെറുകിട ഓഫീസുകളൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അവരുടെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഈ ഡാറ്റ കൈമാറ്റത്തിന് ഉദ്ദേശിച്ച് സംവിധാനം ചെയ്യുന്ന ചെറിയ കമ്പ്യൂട്ടർ ശൃംഖലകളെയാണെന്ന് പറയുന്നത് ലാൻ എന്ന് പറയുന്നത്. ഇത് ചെറിയ ചെറിയ വീടുകൾ, ഓഫീസുകൾ, അവരെ ആ ഒരു കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് വാൻ എന്ന് വെച്ചാൽ? മാൻ എന്താണ്? മാൻ വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് അല്ലെ. അപ്പൊ മാൻ വെച്ച് എന്തായിരിക്കും? ലാനേക്കാളും കുറച്ച് വലുതായിരിക്കും ഈ മാൻ എന്ന് പറയുന്നത്. അതായത് മേനുകൾ ചെറുതായതിനാൽ ഡാറ്റയ്ക്ക് വലിയ ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ടതില്ലാത്തതിനാൽ അവ സാധാരണയായിട്ട് വാനുകളേക്കാൾ കാര്യക്ഷമമാണെന്നും പറയാം നമുക്ക്. അതായത് മിക്ക മേനുകളിലും ലാനുകൾക്കിടയിൽ കണക്ഷൻ രൂപപ്പെടുത്തുന്നതിന് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഫൈബർ ഒപ്റ്റിക് കേബിൾസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മേനുകളിലാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാല് മാഗ്നസിൽ എന്താണ്? ഒരു മെട്രോപൊളിറ്റൻ ഏരിയയുടെ വലിപ്പമുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ കമ്പ്യൂട്ടറുകളുമായി ഉപയോക്താക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് ലേനേക്കാളും ചെറിയൊരു നെറ്റ്വർക്കാണ്. ലേനും മേനും ഇടയിൽ വരുന്നതാണ് ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഭാഗത്തുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യുന്നതിനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഒരു കേബിൾ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ ടെലിഫോൺ നെറ്റ്വർക്ക്, ക്യാമ്പസ് നെറ്റ്വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ് മാൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് വാൻ എന്ന് വെച്ചാല്? വാൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതെന്ന് പറയുന്നത് വലിയൊരു നെറ്റ്വർക്ക് ആണ് അല്ലെ. ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ തമ്മിൽ, ലാർജ് പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്റർനെറ്റ് ഒക്കെ ഈ വാന് എക്സാമ്പിൾ ആണ്. ഇന്റർനെറ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ്, വാന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരു വലിയൊരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖലയാണ് വാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടതാണ് അല്ലെ. എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? വാൻ എന്ന് പറയുന്നത് വേന ഉദാഹരണം അങ്ങനെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചെന്താണ്? വലിയൊരു പ്രദേശത്ത്, അതായത് വലിയൊരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖല ഏതാണ്, നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വേനായിരുന്നു ആൻസർ, അതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്തപ്പോൾ തന്നെ അതിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലാൻഡ് ലൈൻ വാൻ എന്ന് പറയുന്നത്. ഇനി ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വേന ഉദാഹരണമാണെന്ന് പറഞ്ഞു. അതായത് ബിസിനസ്, സ്കൂൾ, സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ജീവനക്കാരെ, വിദ്യാർത്ഥികളെ, ക്ലയന്റുകളെ, എഴുതുന്നക്കാരെയൊക്കെ ബന്ധിപ്പിക്കാനായിട്ട് വാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് പഠിച്ചിരിക്കുക. ഇന്റർനെറ്റ് ആണ് എന്തിന് എക്സാമ്പിൾ വരുന്നത്? വാൻ എക്സാമ്പിൾ വരുന്നത്. അപ്പൊ ലാൻ എക്സാമ്പിൾ പറഞ്ഞില്ല അല്ലെ. ലാൻ വെച്ചാൽ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ പറഞ്ഞ ചെറിയൊരു പ്രദേശം, നമ്മളെ ഒരു ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇതൊരു വീടാവാം, ഓഫീസ് ആവാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടേഴ്സിനൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു എക്സാമ്പിൾ എന്ത് വരെയായിരിക്കും? ഒരു വീട്ടിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരിക്കാം, സ്മാർട്ട് ഫോണുകൾ, പ്രിന്ററുകളൊക്കെ റൗട്ടർ അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് കേബിളിലൂടെ ഒക്കെ ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയാം അതൊരു ലാൻ ആണ്. അത് ചെറിയ പ്രദേശത്ത് തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, പ്രിന്റർ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ് എന്ന് പറയാം.
അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? കേബിൾ ടി വി നെറ്റ്വർക്ക് ഉദാഹരണം ഏതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നോ പഠിച്ചപ്പോ. ഇതാണ് മേൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ് കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 KB എന്ന് പറയുന്നത് എത്ര ബൈറ്റ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കുറെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു KB എന്ന് വെച്ചാൽ എത്ര ബൈറ്റ് ആണ്? ഒരു KB എന്ന് വെച്ചാൽ ഒരു KB മാത്രം പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഒരു KB എന്ന് വെച്ചാൽ എത്രയാണ്? 1024 ബൈറ്റ് ആണ്. 1024 ബൈറ്റ് ആണ്. 1 KB എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണ്. അപ്പൊ 2 KB എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഇതിന് ഇരട്ടി ആയിരിക്കുമല്ലോ. എത്രയായിരിക്കും? 2048 ബൈറ്റിൽ 2048 ബൈറ്റ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ GB യുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 1024 MB എന്ന് പറയുന്നത് 1024 MB എന്ന് പറയുന്നത് എത്രയാണ്? 1 GB ആണ്. 1 GB എന്ന് പറയുന്നത് എത്രയാണ്? 1024 MB ആണ്. അപ്പൊ 1024 GB ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ 1024 GB ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? GB കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരുന്നത്? ടെറാബൈറ്റ് ആണല്ലേ വരുന്നത്. TB ആണ് വരുന്നത്. TB ആണ് വരുന്നത്. TB ആണ് വരുന്നതെന്ന് പഠിച്ചിരിക്കുക. TB ടെറാബൈറ്റ് ആണ് വരുന്നത്. ഇനി TB ചോദിക്കുകയാണെങ്കിലോ നമുക്ക് 1024 TB ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത് അടുത്തത് പെറ്റാബൈറ്റ് ആണ് കേട്ടോ. PB ആണ് വരുന്നത്. PB ആണ് വരുന്നത്. അത്രയ്ക്കും ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും പഠിച്ചിരിക്കുക. 1 KB എന്ന് പറയുന്നത് 1024 ബൈറ്റ് ആണ്. 1024 MB എന്ന് പറയുന്നത് ഒരു GB, ഒരു ജിഗാബൈറ്റ് ആണ്. 1 GB എന്ന് വെച്ചാൽ 1024 GB എന്ന് വെച്ചാൽ ഒരു ടെറാബൈറ്റ് ആണ്. 1024 ടെറാബൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പെറാബൈറ്റ് ആണ്. ഒരു പെറ്റാബൈറ്റ് ആണ്. ഒരു പെറ്റാബൈറ്റ് ആണ്. പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് തന്നെ പഠിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പോയിന്റ്സ് പഠിച്ചു പോയാൽ മതി കേട്ടോ. IT കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടവർക്ക് അറിയാം. ഇൻപുട്ട് ഡിവൈസ്, അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് മാൻ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? മറ്റേ ജിഗാബൈറ്റ്സ് ആ ഒരു സംഭവങ്ങളൊക്കെയാണ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കമ്പ്യൂട്ടറിന്റെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഉപകരണങ്ങൾ ഉൾപ്പെടാത്ത ഏതാണ്? പ്ലോട്ടർ ആണ് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങൾ ഉൾപ്പെടാത്തത്. അപ്പൊ എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ നൽകുന്ന പ്രക്രിയയാണ് എന്ന് പറയേണ്ട ഈ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇൻപുട്ട് വിവരങ്ങളെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന ബൈനറി വിവരങ്ങളാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ കൂടിയാണ് ഈ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നൽകുന്ന വിവരങ്ങളൊക്കെ ബൈനറിയിലേക്കാക്കി മാറ്റണം. കമ്പ്യൂട്ടറിന്റെ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ബൈനറിയിലാണ് അല്ലെ. അപ്പൊ ബൈനറിയിലേക്കാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്? ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയി സ്റ്റിക്ക്, അതുപോലെ തന്നെ സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസേഷൻ OMR അല്ലെ OMR, അതുപോലെ OCR എന്ന് വെച്ചതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ, അതുപോലെ MCR എന്ന് വെച്ചതാണ് MICR എന്ന് വെച്ചതാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ഒക്കെ നമ്മൾ നൽകുന്ന വിവരങ്ങളാണ് അല്ലെ. അതിനെയാണ് നമ്മൾ പറയുന്ന പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കി കീബോർഡ്, അതുപോലെ തന്നെ ട്രാക്ക് ബോർഡ്, ബാർകോഡ് റീഡർ, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? മൗസ് അല്ലെ. കീബോർഡ്, മൗസ്, അതുപോലെ തന്നെ എന്താണ് പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മ ജോയ്സ്റ്റിക്ക്, പിന്നെ സ്കാനറും ബാർകോഡ് റീഡറൊക്കെ സെയിം ആണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ സ്കാനർ, അതുപോലെ തന്നെ ബാർകോഡ് റീഡർ, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, മൈക്രോഫോണ്, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? OMR, അതുപോലെ തന്നെ OCR, പിന്നെന്താണ് MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ഒക്കെ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് കീബോർഡ് എന്ന് വെച്ചാൽ? കീബോർഡ് എന്ന് വെച്ചാൽ ഡിവൈസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കീബോർഡ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. കീബോർഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലല്ലോ. ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഇനി മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവയെ ചലിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? മൗസ് ആണല്ലോ അല്ലെ. മൗസ് പറയുന്നത് എന്താണ്? ഇതിനാണ് ഉപയോഗിക്കുന്നത്. മോണിറ്ററിൽ കാണുന്ന ഈ ഐക്കൺസ് ഒക്കെ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവയെ ചലിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ മൗസ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻപുട്ട് ഉപകരണമാണ്. പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കീബോർഡാണ്. കീബോർഡ് എന്ന് വെച്ചാൽ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കീബോർഡിലെ ഫംഗ്ഷൻ കീകൾ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 12 കേട്ടോ, 12 ആണ്.
ഇനി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണം ഏതാണ്? മൗസ് ആണ് പോയിന്റിംഗ് ഉപകരണം. നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, മൗസ് വെച്ചിട്ടാണ് ഒരു പോയിന്റിംഗ് ഉപകരണമാണ്. ഇത്രയൊക്കെ അതിനെ കുറിച്ച് പഠിച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് നോക്കിയാലോ. അപ്പൊ ഇൻപുട്ട് എന്ന് വെച്ചാൽ നമ്മ നൽകുന്ന അല്ലെ, നമ്മ നിർദ്ദേശങ്ങൾ വിവരങ്ങളൊക്കെ നമ്മ നൽകുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്, ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രോസസ്സിംഗിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, കമ്പ്യൂട്ടർ നമുക്ക് തരുന്ന വിവരങ്ങളെയാണെന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. പ്രോസസ്സിംഗിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം കൂടിയാണ് ഈ മോണിറ്റർ എന്ന് പറയുന്നത്. മോണിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? മോണിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? മോണിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് ഈ മോണിറ്റർ എന്ന് പറയുന്നത് അല്ലെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നതാണ് മോണോക്രോം മോണിറ്റർ ആണ് എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ അതുപോലെ തന്നെ പ്രിന്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ എന്ന് പറയുന്നത്. പ്രിന്റർ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്രിന്റർ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണമാണ്. അപ്പൊ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ എക്സാമ്പിൾ ആണ് ഈ പ്രിന്റർ എന്ന് പറയുന്നത്, പഠിച്ചു വെക്കാം. ഇനി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണം നമ്മൾ മൗസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നോക്കി നോക്കിയേ. വി ഡി യു, അതുപോലെ തന്നെ അതായത് നമ്മൾ പറഞ്ഞു അല്ലെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, എക്സാമ്പിൾ ആണ് മോണിറ്റർ എന്ന് പറഞ്ഞു. വി ഡി യു, അതുപോലെ തന്നെ പ്രിന്റർ, അതുപോലെ തന്നെ എന്താണ് പ്ലോട്ടർ. പ്ലോട്ടർ നമ്മൾ പ്ലോട്ടർ കണ്ടില്ലേ, ഓപ്ഷനിൽ ഉണ്ടായിരുന്ന പ്ലോട്ടർ ആയിരുന്നു. അതുപോലെ തന്നെ സ്പീക്കർ, വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, ഹെഡ്ഫോൺ, പ്രൊജക്ടർ കേട്ടോ. പ്രൊജക്ടർ ഹെഡ്ഫോൺ പഠിച്ചിരിക്കുക. പ്രൊജക്ടർ ഹെഡ്ഫോൺ ഒക്കെ എന്താണ്? ഔട്ട്പുട്ട് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിലെ പ്രോസസ്സിംഗിന് ശേഷം കമ്പ്യൂട്ടർ നൽകുന്ന വിവരങ്ങളെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു ഇതിനെയാണ് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔട്ട്പുട്ട് നൽകുന്ന ഉപകരണങ്ങൾ നമ്മൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ്? പ്രിന്റർ, പ്ലോട്ടർ, അതുപോലെ തന്നെ സ്പീക്കർ, വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, ഹെഡ്ഫോൺ, പ്രൊജക്ടർ ഒക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് പറയുന്നത്? കീബോർഡ്, മൗസ്, OMR, OCR, MICR, മോണിറ്റർ, ട്രാക്ക് ബോർഡ്, ബാർകോഡ് റീഡർ, സ്കാനർ ഒക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണെന്ന് പറഞ്ഞു. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ വീഡിയോ, അതുപോലെ തന്നെ പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, വീഡിയോ കാർഡ്, പ്രൊജക്ടർ എന്നിവയൊക്കെ എന്താണ്? ഈ ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GPS-ന്റെ പൂർണ്ണ രൂപം ഏതാണ്? GPS-ന്റെ പൂർണ്ണ രൂപം ഏതാണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെ. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നതാണ് GPS-ന്റെ പൂർണ്ണരൂപം. ചോദിക്കാറുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നതാണ് GPS-ന്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ്, വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഏതൊക്കെയാണ്? സഫാരി, ഒപ്പേര, അതുപോലെ തന്നെ ഫയർഫോക്സ് എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. ഈ കുക്കി എന്ന് പറയുന്നത് വെബ് ബ്രൗസർ അല്ല. അപ്പൊ ഈ വെബ് ബ്രൗസർ നമ്മൾ കൂടുതലായിട്ട് കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ വെബ് ബ്രൗസറിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ് അല്ലെ, ക്രോം, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി ആൻഡ് ഒപ്പേര എന്നിവയാണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സഫാരി, ഒപ്പേര, ഫയർഫോക്സ്, ക്രോം, ആപ്പിൾ സഫാരി അല്ലെ, ഒപ്പേര, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. ഈ അഞ്ചനും ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനത്തെ അറിയപ്പെടുന്ന എന്താണ്? കോപൈലറ്റ് കേട്ടോ. കോപൈലറ്റ് എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം. ഏതാണ്? കോപൈലറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? പൊതുവായ ഭാഷ? പൈത്തൺ അല്ലെ, പൈത്തൺ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? പൈത്തൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഏതാണ്? വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷ ഏതാണ് തന്നിരിക്കുന്നത്? HTML ആണല്ലേ. അപ്പൊ HTML കുറിച്ച് നമ്മൾ 2 ക്വസ്റ്റ്യൻ കണ്ടു ഇപ്പൊ തന്നെ.
വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ് എന്ന് പറയുന്നത് HTML എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണല്ലോ. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നുണ്ട്. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നുണ്ട്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിൽ മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുള്ളൂ. അതായത് ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറും. എന്നാൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ സെലക്റ്റീവ് ആണല്ലേ. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം ശരിയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാനായിട്ട് ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട്. ഹബ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറില്ല വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറും. സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ കൈമാറേണ്ടത് അതിലേക്ക് മാത്രമാണ് സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന എല്ലാം കൂടിയിട്ട് ഒരു ചെറുമടി ചേർക്കുക എന്ന് പറയുന്നത് ചേർത്തിരിക്കണം അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയർഫോക്സ് ആണോ, പ്ലോട്ടർ ആണോ, ആൻഡ്രോയിഡ് ആണോ, ജോയ്സ്റ്റിക് ആണോ? ഏതാണ്? ആൻഡ്രോയിഡ് ആണല്ലേ. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ്? ബ്രൗസർ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? ബ്രൗസറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഫയർഫോക്സ് ആണ്. ഫയർഫോക്സ് ആണ് ബ്രൗസർ എന്ന് പറയുന്നത്. ഫയർഫോക്സ് ആണ്. ഇനി ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? പ്ലോട്ടർ ആണോ, ജോയ്സ്റ്റിക് ആണോ? നമ്മളിപ്പോ തന്നെ പറഞ്ഞുള്ളൂ. ഇൻപുട്ട് ഡിവൈസസ് ഏതാണ്? ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? എന്താണ്? ജോയ്സ്റ്റിക് ആണല്ലേ. ജോയ്സ്റ്റിക് ആണ് ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ ആണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. ബ്രൗസർ എന്ന് പറയുന്നത് ഫയർഫോക്സ് ആണ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ജോയ്സ്റ്റിക് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ആൻഡ്രോയിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ്? M7 അല്ലെ. M7 കേട്ടോ. M7 ആണ് സംസ്ഥാന ഗവൺമെന്റ് ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് M7. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം അതിൽ വന്നിട്ടുണ്ട് അല്ലെ. നോക്കിയേ, ഹബ് എന്ന് വെച്ചാൽ എന്താണ്? തന്നിരിക്കുന്നത് ഏതാണ്? വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുവാൻ കഴിയും എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കിയേ, വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നത് ഏതാണ്? വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്നത് ഏതാണ്? ഏതാണ് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ്? ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ ആണ് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ്. ഗേറ്റ് വേ ആണ്. അപ്പൊ ഈ നാലെണ്ണം വൃത്തിയിൽ പഠിച്ചു വെക്കാം കേട്ടോ. ഇനിയും ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നത് ഏതാണ്? സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നത് ഏതാണ്? സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നത് റിപ്പീറ്റർ ആണല്ലേ. റിപ്പീറ്റർ ആണ് നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നത്. ഇനി രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ഏതാണ്? രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? റൂട്ടർ ആണ്. റൂട്ടർ ആണ് രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യത്യസ്ത നെറ്റ്വർക്ക് കേട്ടോ. ഇനി നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതാണ് ഹബ് എന്ന് പറയുന്നത്. നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതാണ് ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഹബ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുകയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി റൂട്ടർ ആണെങ്കിൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ് വേ വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അതായത് CPU വേഗത്തിലുള്ള പ്രോസസിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. CPU പ്രോസസിംഗിനായിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ഏതാണ്? ഏതാണ്? ക്യാഷ് മെമ്മറി അല്ലെ. ക്യാഷ് മെമ്മറിയാണ്. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന
വിപുലമായ ഫിഷിംഗ് സാങ്കേതിക എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? സാങ്കേതികത എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ്? വെബ് ജാക്കിംഗ്. അപ്പൊ എന്താണ് വെബ് ഹാക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികയാണ് ഈ വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യുവാനും പരിഷ്കരിക്കുവാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിന് എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യുവാനും പരിഷ്കരിക്കുവാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്താണ് പറയുന്നത്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യുവാനും പരിഷ്കരിക്കുവാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ്, ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്നേതാണ്? ലാറി പേജും സെർച്ച് ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച സെർച്ച് എഞ്ചിൻ താഴെ തന്നിരിക്കുക ഏതാണ്? ഗൂഗിൾ ആണ് അല്ലെ? ഗൂഗിൾ ആരൊക്കെയാണ് സ്ഥാപിച്ചത്? ലാറി പേജും സെർജി ബ്രിന്നും ചേർന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. നമ്മൾ പറഞ്ഞാണല്ലോ അല്ലെ? ബൈറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കിലോബൈറ്റ് ആണ്, പിന്നെ മെഗാബൈറ്റ് ആണ്, പിന്നെ എന്താണ്? ജിഗാബൈറ്റ് ആണ് അല്ലെ? ജിഗാബൈറ്റ് ആണ്. ഗിഗാബൈറ്റ് ആണ് എഴുതിയിരിക്കുന്നത്, ജിഗാബൈറ്റ് ആണ്. അപ്പൊ ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 1024 ബൈറ്റ് എന്ന് പറയുന്നതാണ് ഒരു കിലോബൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 1024 കിലോബൈറ്റ് എന്ന് പറയുന്നതാണ് എത്രയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. കമ്പനിയും സോഫ്റ്റ്വെയർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നോക്കിയേ. എഡ്ജ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെയാണ് പറയുന്നുണ്ട്. ശരിയാണ്, എഡ്ജ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെയാണ്. ഇനി ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെയാണെന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? ശരിക്കും ഏതാണ് പേര്? അഡോബ് സോഫ്റ്റ്വെയർ ആണല്ലേ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് അഡോബിന്റെയാണ്. അപ്പൊ ഇതാണ് തെറ്റ് വന്നിരിക്കുന്നത്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആപ്പിളിന്റെ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെയാണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് കേട്ടോ. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. അപ്പൊ 1, 3, 4 ആണ് ശരി വരുന്നത്. എഡ്ജ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂടുതൽ ചേരാത്തത് കണ്ടെത്തുക. ലാൻ, വാൻ, മാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ക്യാൻ ആണല്ലേ കൂടുതൽ ചേരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? മെറ്റ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയാസ് ഏതൊക്കെയാണ്? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ എന്താണ്? മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമുള്ളതാണ് അല്ലെ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നൊക്കെ പറയുന്നത്. ടെലഗ്രാം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധമില്ല. നെക്സ്റ്റ്, ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് എന്ന് വെച്ചാൽ എന്താണ്? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതിനെയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് എന്തെന്നാണ് പറയാം? സെൻസിറ്റീവ് ആയിട്ടുള്ള ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒന്നില്ലെങ്കിൽ ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരിക്കാം ഇങ്ങനെ ഒരു മെയിൽ അയക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ എന്താണെന്നാണ് പറയാറെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഫിഷിംഗ് അല്ലെ? ഫിഷിംഗ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? പാക്കറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നതാണ് അല്ലെ? പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഏതാണ്? റൂട്ടർ ആണ് കേട്ടോ, റൂട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏതാണ്? ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇനി ഡാം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഡാം എന്ന് വെച്ചാൽ എന്താണ്? ഡാം എന്ന് പറയുന്നത് എന്താണ്? മാൽവെയർ ആണ് കേട്ടോ, മാൽവെയർ ആണ്. ഡാം എന്ന് പറയുന്നത് മാൽവെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലേഡ് ചെയ്യുവാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്?
യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലേഡ് ചെയ്യുവാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? എന്താണ്? ഓഗ്മെന്റഡ് റിയാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. നെക്സ്റ്റ്, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ് ഒക്കെ എന്താണ്? ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റംസ് ആണ്. ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്. അപ്പൊ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഏതൊക്കെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം? ബ്ലൂറേ ഡിസ്ക് കേട്ടോ. ബ്ലൂറേ ഡിസ്ക് ആണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം എന്ന് പറയുന്നത്. എന്താണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് വെച്ചാൽ എന്താണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്? ഈ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് വെച്ചാൽ ഡാറ്റ ആണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ ഇതൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ ഈ പ്രകാശം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഡാറ്റാസ് ഒക്കെ ഉപയോഗിക്കുന്നത് സാധാരണ എന്താണ്? വൈദ്യുതി, കാന്തികത, ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടെക്നോളജി എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. എന്നാൽ അതിന് പകരമായിട്ട് ഇത് വായിക്കുവാനും ഡാറ്റ വായിക്കുവാനും എഴുതാനും ഉപയോഗിക്കുന്ന എന്താണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിലെ പ്രകാശമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സ്റ്റോറേജ് തന്നെയാണോ? ഈ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ സ്റ്റോറേജ് തന്നെയാണ്. പക്ഷെ നമ്മൾ എഴുതാനും വായിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പ്രകാശമാണ്. കാന്തിക ടോപ്പിനേക്കാൾ ഒരു യൂണിറ്റ് വോള്യത്തിന് ഇവ കൂടുതൽ ഊർജ്ജ കാര്യക്ഷമത നൽകുന്നു കൂടിയുണ്ട്. ഊർജ്ജ കാര്യക്ഷമത കൂടുതൽ നൽകുന്നുണ്ട് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? CD, DVD, ബ്ലൂറേ ഡിസ്ക് എന്നിവയൊക്കെയാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. അത് മൂന്നും പഠിച്ചു വെക്കുക. CD, അതുപോലെ തന്നെ DVD, ബ്ലൂറേ ഡിസ്ക് എന്നിവയൊക്കെ എന്താണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. CD, DVD, ബ്ലൂറേ ഡിസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇമെയിലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. ശരിയാണല്ലോ. ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണെന്ന് പറയുന്നുണ്ട്. അതും ശരിയാണല്ലോ. നമുക്ക് ഇമെയിൽ എന്ന് പറയുന്നത് നെറ്റ് വഴിയാണ് അല്ലെ. ഓൺലൈൻ നെറ്റ് വഴിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇമെയിൽ അയക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പേപ്പർ ഉപയോഗിക്കുന്നില്ല. അത് കാരണം എന്താണ്? പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. വൈറസ് വ്യാപനം നടക്കുന്നുണ്ട് ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാലോ അല്ലെ. ഒരേ സമയം മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഇമെയിലിനെ കുറിച്ച് പറഞ്ഞത്? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഹബ് അല്ലെ. ഹബ്, റൂട്ട്, റിപ്പീറ്റർ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേക്കാം. ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഹബ് ആണ് അല്ലെ. അത് ശരിയാണ്. ഇനി ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു എന്ന് പറയുന്നത് അത് തെറ്റാണ്. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ്? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഹബ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഈ ഹബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെയോ മറ്റ് നെറ്റ്വർക്ക് ഉപകരണങ്ങളെയോ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് അല്ലെ. ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് നെറ്റ്വർക്ക് ഉപകരണങ്ങളൊക്കെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഹബ് എന്ന് പറയുന്നത്. ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്ര ബിന്ദുവായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡാറ്റ പാക്കറ്റ് ഹബിന്റെ ഒരു പോർട്ടിൽ എത്തുമ്പോൾ അത് പകർത്തി എല്ലാ പോർട്ടുകളിലേക്കും അയക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വീകർത്താവിന് മാത്രം അയക്കുന്നതാണല്ലോ പറഞ്ഞത്. ഓപ്ഷൻ തെറ്റാണല്ലേ. എന്താണ് പറയുന്നത്? എല്ലാ പോർട്ടുകളിലേക്കും എന്തയക്കുന്നുണ്ട്? ഡാറ്റ പാക്കറ്റ് ഹബിന്റെ ഒരു പോർട്ടിൽ എത്തുമ്പോൾ അത് പകർത്തി മറ്റെല്ലാ പോർട്ടുകളിലേക്കും അയക്കുന്നുണ്ട്. ഇത് ഹബുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും ഡാറ്റ സ്വീകരിക്കുവാനായിട്ട് അനുവദിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ പറഞ്ഞു ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ട് മാത്രമാണോ ഉള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലെ. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഉപകരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നത് പോലുള്ള ആഡ് ഓൺ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്ന ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ഇതിനുണ്ട്. എന്താണ് പറയുന്നത്, മൾട്ടി പോർട്ട് റിപ്പീറ്റർ ഇതിനുണ്ട്, ഹബിനുണ്ട്. അതും പഠിച്ചു വെക്കാം. അപ്പൊ ഹബ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ അല്ലെ. ഇത്രയും പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏതാണ്? ഫങ്ഷൻസ് ആണ്, ഫങ്ഷൻസ്. നെക്സ്റ്റ്, ഒരു വയർലെസ് റൂട്ടറിനെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കുവാനായിട്ട് താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുന്നത്? വയർലെസ് റിപ്പീറ്റർ ആണ്. റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ സഹായിക്കുന്ന വയർലെസ് റിപ്പീറ്റർ ആണ്. നെക്സ്റ്റ്, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? മൗസ് ആണല്ലോ ഇൻപുട്ട്. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ് ഈ മൗസും കീബോർഡും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ്, പോയിന്റിംഗ് ഡിവൈസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? മൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കീബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ടൈപ്പ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. മൗസ് എന്ന് വെച്ചാൽ ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ശരി വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം ആണല്ലേ. ക്രോം ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ്, IT ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുവരെ PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ 2 ക്ലാസ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ഇനിയും ക്ലാസ്സുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.